കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കേട്ടോളൂ. നമ്മൾ ഇന്ന് ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു. അവർ ഒരിക്കലും ആണവായുധം കൈവശം വെക്കില്ലെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. 2026 ജൂൺ 11 ജോർജിയയിൽ തന്റെ രാഷ്ട്രീയ സഖ്യകക്ഷിക്കായി നടത്തിയ റാലിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞ വാക്കുകളാണിത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കള്ള പ്രചാരണത്തിനാണ് കഴിഞ്ഞ 24 മണിക്കൂറായി ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനെ തങ്ങൾ വിറപ്പിച്ചു നിർത്തിയിരിക്കുകയാണെന്നും പശ്ചിമേഷ്യയിൽ തങ്ങൾ വിചാരിച്ച കരാർ നടപ്പിലാക്കാൻ പോവുകയാണെന്നും ട്രംപ് മാധ്യമങ്ങളോട് വീമ്പ് പറയുമ്പോൾ ഇറാനിൽ നിന്നും വന്ന ആ ഒരൊറ്റ മറുപടിയിൽ അമേരിക്കയുടെ അന്തസ് കപ്പൽ കയറിയിരിക്കുകയാണ്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബക്കായി ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിളിച്ചു പറഞ്ഞു, ഒരു കരാറിലും ഞങ്ങൾ ഒപ്പുവെച്ചിട്ടില്ല. ട്രംപ് പറയുന്നത് വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. അമേരിക്കയുടെ അമിതമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങാൻ ഇറാന്റെ ചുവപ്പ് രേഖകൾ ഞങ്ങൾ മായ്ച്ചു കളയില്ല. എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ രഹസ്യം? ട്രംപ് എന്തിനാണ് പെട്ടെന്ന് യുദ്ധം നിർത്തിയതെന്ന് നുണ പറയുന്നത്? അതിന്റെ കാരണം വളരെ ലളിതമാണ്. മിഡിൽ ഈസ്റ്റിലെ ചെളി നിറഞ്ഞ യുദ്ധക്കളത്തിൽ അമേരിക്കയ്ക്ക് ഇനി ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ട്രംപ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ലോകരാജ്യങ്ങൾ ഒന്നിനൊന്ന് അമേരിക്കയ്ക്കെതിരെ തിരിയുമ്പോൾ നാണം കെട്ട ഒരു സൈനിക പരാജയത്തിൽ നിന്നും ആഭ്യന്തര രാഷ്ട്രീയ തകർച്ചയിൽ നിന്നും ഒളിച്ചോടാൻ ട്രംപ് കണ്ടെത്തിയ അവസാന തന്ത്രമാണ് ഈ വ്യാജ സമാധാന പ്രഖ്യാപനമെന്ന് ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ സമ്മർദ്ദത്തിലായിരിക്കുന്നത്? ഇറാനേക്കാൾ കൂടുതൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്നത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണെന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തുവരുന്ന സാമ്പത്തിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. വരാനിരിക്കുന്ന നവംബർ 3 അമേരിക്കൻ ഇടക്കാല തെരഞ്ഞെടുപ്പ് ട്രംപിന്റെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് നിർണായകമാണ്. നിലവിൽ ഇടുങ്ങിയ ഭൂരിപക്ഷമുള്ള ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് നിലനിർത്തുക എന്നത് റിപ്പബ്ലിക്കന്മാർക്ക് വലിയ വെല്ലുവിളിയാണ്. പാരമ്പര്യമായി ഇത്തരം ഇടക്കാല തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാറുള്ള ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ പാർട്ടി കഷ്ടപ്പെടുകയാണ്. മോർഗൻ സ്റ്റാലിയുടെ നയരൂപീകരണ സംഘം നൽകിയ കടുത്ത മുന്നറിയിപ്പ് പ്രകാരം പശ്ചിമേഷ്യയിലെ നീണ്ടു നിൽക്കുന്ന യുദ്ധം മൂലമുണ്ടാകുന്ന ഊർജ്ജാഘാതം റിപ്പബ്ലിക്കന്മാരുടെ സെനറ്റ് ഭൂരിപക്ഷം പൂർണ്ണമായും നഷ്ടപ്പെടുത്തും. കൂടാതെ അമേരിക്കൻ ദേശീയ കടം ഗണ്യമായി വഷളാകാനും ഇത് കാരണമാകും. പണപ്പെരുപ്പം കുറയ്ക്കാമെന്ന വമ്പൻ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ട്രംപ് വീണ്ടും അധികാരത്തിലേറിയത്. എന്നാൽ യുദ്ധം തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അമേരിക്കയിലെ ഗ്യാസോലിൻ വില ഗാലനിന് 60 സെന്റ് അഥവാ 19% കുതിച്ചുയർന്നത്. 2026 മെയ് മാസത്തിലെ കണക്കുകൾ പ്രകാരം അമേരിക്കയുടെ പണപ്പെരുപ്പം 4.2% എത്തി നിൽക്കുന്നു. ഇത് 2023 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. അമേരിക്കയിലെ ഒരു റിപ്പബ്ലിക്കൻ തന്ത്രജ്ഞൻ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് ഗ്യാസ് വിലകൾ മറച്ചു വെക്കാൻ കഴിയില്ല. കാര്യങ്ങൾ എത്ര മോശമാണെന്ന് പറയുന്ന ഒരു ഭീമൻ അടയാളം എല്ലാ തെരുവ് മൂലയിലുമുണ്ട്. ഈ ജീവിത ചെലവ് വർധനവ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ തങ്ങളുടെ പ്രധാന പ്രചരണ ആയുധമാക്കുമെന്ന് ഉറപ്പായതോടെ ട്രംപിന്റെ നിയമനിർമ്മാണ അജണ്ടകളും കോൺഗ്രസിന് മേലുള്ള പാർട്ടിയുടെ നിയന്ത്രണവും അപകടത്തിലാകും. നവംബറിന് മുമ്പ് തനിക്ക് മുഖം രക്ഷിക്കാൻ പാകത്തിനുള്ള ഒരു കരാർ ഒപ്പിട്ടേ മതിയാകൂ എന്ന കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണ് ട്രംപ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ലോകത്തിന്റെ സാമ്പത്തിക നാഡി എന്നറിയപ്പെടുന്ന ആഗോളതലത്തിലെ 20%-ലധികം ക്രൂഡ് ഓയിലും ദ്രവീകൃത പ്രകൃതിവാതകവും കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ സൈന്യം വിജയകരമായി തങ്ങളുടെ ലിവറേജായി ഉപയോഗിച്ചു എന്നത് അമേരിക്ക കടുത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധങ്ങൾക്കും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിക്കും മറുപടിയായി ഇറാൻ നടത്തിയ തന്ത്രപരമായ പ്രത്യാക്രമണങ്ങളിൽ ഗൾഫ് മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പാടെ തകർന്നു. ടാങ്കറുകൾ കടലിൽ കുടുങ്ങിക്കിടക്കുകയും ഇൻവെന്ററികൾ കെട്ടിക്കിടക്കുകയും ചെയ്തതോടെ ആഗോള വിതരണ ശൃംഖല പൂർണ്ണമായും സ്തംഭിച്ചു. ഭക്ഷണം, വളം, അന്താരാഷ്ട്ര ഷിപ്പിംഗ് എന്നിവയുടെ ചെലവ് ലോകമെമ്പാടും കുതിച്ചുയർന്നു. ഇപ്പോൾ ഒരു കരാറിൽ എത്തിയാൽ പോലും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും പൂർണ്ണ തോതിൽ തുറക്കാനും വിപണികൾ സാധാരണ നിലയിലാകാനും മാസങ്ങൾ എടുത്തേക്കും. നവംബർ 3 തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു പൂർണ്ണ സാമ്പത്തിക വീണ്ടെടുക്കൽ അസാധ്യമാണെന്ന് കൺസൾട്ടൻസി സ്ഥാപനമായ വുഡ് മെക്കൻസി ചൂണ്ടിക്കാണിക്കുന്നു. യുദ്ധം ഉടനടി പരിഹരിച്ചാൽ പോലും വർഷാവസാനത്തോടെ മാത്രമേ ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $80 കുറയ്ക്കാൻ സാധിക്കൂ. ഇറാന്റെ പക്കലുള്ള ഈ ഭൂമിശാസ്ത്രപരമായ മേൽക്കൈ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയും പൊതുപ്രസ്താവനകളിലൂടെയും കുറഞ്ഞത് 8 തവണയെങ്കിലും കരാറിനായി ഇറാനോട് പരസ്യമായി കെഞ്ചേണ്ടി വന്നത്. പലപ്പോഴും കരാർ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഈ വാരാന്ത്യത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറാനോട് നിരവധി സമയപരിധികൾ നൽകിയെങ്കിലും ഇറാൻ ആ ഭീഷണികളെല്ലാം പുച്ഛിച്ചു തള്ളി. തന്റെ പ്രവചനാതീതമായ സ്വഭാവവും സൈനിക ഭീഷണികളും ചർച്ചാ ഉപകരണങ്ങളാക്കി മാറ്റാൻ ട്രംപ് ശ്രമിച്ചെങ്കിലും ഇറാനിയൻ നേതൃത്വത്തിന് മുന്നിൽ അത് ഫലം കണ്ടില്ല. ഇറാനെ അടിയന്തരമായി ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും തൊട്ടടുത്ത നിമിഷം ആക്രമണങ്ങൾ പിൻവലിക്കുകയോ റദ്ദാക്കുകയോ ചെയ്യുന്ന ഒരു വിചിത്രമായ ശൈലിയാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഗൾഫ് സഖ്യകക്ഷികളുടെയും മധ്യസ്ഥനായ പാകിസ്ഥാനെയും അഭ്യർത്ഥന മാനിച്ചാണ് താൻ ആക്രമണം മാറ്റിവെച്ചതെന്ന് ട്രംപ് ന്യായീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇറാന്റെ ശക്തമായ തിരിച്ചടിക്കാനുള്ള ശേഷിയെ അമേരിക്ക എത്രത്തോളം ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് ഈ പിൻവാങ്ങലുകൾ. ശാശ്വത സമാധാനം കൊണ്ടുവരാൻ കഴിയാത്ത ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുന്ന ഒരു യുദ്ധക്കൊതിയൻ എന്ന ലേബലിലേക്ക് ട്രംപിന്റെ പ്രതിച്ഛായ മാറിക്കൊണ്ടിരിക്കുകയാണ്.
അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി കടൽ കൊള്ളക്കാരെ പോലെ പെരുമാറുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ നടപടിക്കെതിരെ ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാൻ, റഷ്യ, ചൈന, തുർക്കി, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക ഇപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കളി മാറിയെന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടത് ഈ ആഴ്ച നടന്ന ചില തന്ത്രപ്രധാന സൈനിക നീക്കങ്ങളിലൂടെയാണ്. ജൂൺ 8-ന് ഗൾഫ് മേഖലയിൽ വെച്ച് അമേരിക്കയുടെ അഭിമാനമായ ഒരു അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണിരുന്നു. ഇതിന് പ്രതികാരമായി തെക്കൻ ഇറാനിലെ സൈനിക റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആക്രമണം നടത്തിയെങ്കിലും ഇറാന്റെ തിരിച്ചടി അമേരിക്ക ഭാവനയിൽ പോലും വിചാരിക്കാത്തതായിരുന്നു. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ അമേരിക്കൻ ക്യാമ്പുകൾ കത്തിയമർന്നു. അമേരിക്കയുടെ കോടികൾ വിലമതിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇറാന്റെ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ നിഷ്പ്രഭമായി മാറി. തങ്ങളുടെ സൈനികരുടെ ജീവൻ അപകടത്തിലാണെന്നും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ മിഡിൽ ഈസ്റ്റിലെ താവളങ്ങളെല്ലാം ചാരക്കൂട്ടമാകുമെന്നും പെന്റഗൺ തലവന്മാർ ട്രംപിന് മുന്നറിയിപ്പ് നൽകി. യുദ്ധക്കളത്തിൽ ഈ കനത്ത തകർച്ചയും നാശനഷ്ടങ്ങളുമാണ് ഞങ്ങൾ യുദ്ധം ജയിച്ചു, അതുകൊണ്ട് ആക്രമണം നിർത്തുന്നുവെന്ന തരത്തിലുള്ള കോമാളിത്തരം നിറഞ്ഞ പ്രസ്താവന ഇറക്കാൻ ട്രംപിനെ നിർബന്ധിതമാക്കുന്നത്. ഈ നയതന്ത്ര നാടകത്തിലെ ഏറ്റവും രസകരമായ കാഴ്ച അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇസ്രായേലിന്റെ നിലപാടാണ്. ട്രംപ് ലോകത്തോട് അവകാശപ്പെട്ടത് ഈ കരാറിന്റെ അന്തിമ പോയിന്റുകൾ അമേരിക്കയും ഇസ്രായേലും സൗദിയും UAE-യും ഖത്തറും അടങ്ങുന്ന സഖ്യം ഒന്നടങ്കം അംഗീകരിച്ചു എന്നാണ്. എന്നാൽ ട്രംപിന്റെ പ്രസ്താവന വന്ന മിനിറ്റുകൾക്കകം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഔദ്യോഗികമായി അറിയിച്ചു, ഇസ്രായേൽ ഈ ധാരണാപത്രത്തിൽ ഒരു കക്ഷിയല്ല. ഇറാന്റെ മണ്ണിൽ പോയി യുദ്ധം ജയിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ഇസ്രായേൽ പോലും തന്ത്രപരമായി ഈ ചതുരംഗ കളിയിൽ നിന്നും തലയൂരിയിരിക്കുകയാണ്. ഇന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഈ വ്യാജ യുദ്ധാവസാനം അമേരിക്കയുടെ വിജയമല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ ആ സാമ്രാജ്യ ശക്തിക്കേറ്റ കനത്ത പരാജയത്തിൽ നിന്നുള്ള നാണംകെട്ട ഒളിച്ചോട്ടമാണ്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയും ജനങ്ങളുടെ താല്പര്യങ്ങളും പൂർണ്ണമായി സംരക്ഷിക്കപ്പെടാതെ അമേരിക്കയുടെ അമിതമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങി ഒരു കരാറിലും ഒപ്പുവെക്കില്ലെന്ന ഇറാന്റെ ദൃഢമായ നിലപാട് ലോകമെമ്പാടുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പുതിയൊരു ഊർജ്ജമാണ് പകരുന്നത്. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം തങ്ങൾക്കെതിരെ തിരിഞ്ഞ സാഹചര്യത്തിൽ കടലിലും കരയിലും ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെയാണ് അമേരിക്കൻ ഭരണകൂടം സമാധാനത്തിന്റെ വെള്ളക്കൊടി ഉയർത്തുന്നത്. സ്വന്തം ചുവപ്പ് രേഖകളിൽ ഒരു ഇഞ്ച് പോലും മാറ്റം വരുത്താതെ സാമ്രാജ്യത്തിന്റെ അഹങ്കാരത്തിന് ഇറാൻ നൽകിയ ഈ കൃത്യമായ മറുപടി വരും തലമുറകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. പശ്ചിമേഷ്യയുടെ മണ്ണിനി അമേരിക്കൻ അധിനിവേശത്തിന്റേതല്ല, അത് പ്രതിരോധത്തിന്റെ കരുത്തുള്ള ജനതയുടേതാണെന്ന യാഥാർത്ഥ്യം തന്നെയാണ് ഇവിടെ അടിവരയിടപ്പെടുന്നത്.